കച്ചത്തീവ് വിഷയം വീണ്ടും ആവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ ഈ നടപടിയിൽ തമിഴ്നാട്ടിലെ മീൻപിടുത്ത തൊഴിലാളികൾ ശ്രീലങ്കയുടെ പിടിയിലാകുകയാണ്. കൂടാതെ DMK-യുടേത് വിഭജന രാഷ്ട്രീയമാണെന്നും തമിഴ്നാടിന്റെ മഹത്തരമായ ചെങ്കോൽ പാർലമെന്റിൽ സ്ഥാപിച്ചപ്പോൾ ചടങ്ങ് ബഹിഷ്കരിച്ചവരാണ് അവരെന്നും പ്രധാനമന്ത്രി തമിഴ്നാട് വെല്ലൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചു. जब कांग्रेस की सरकार थी तब कई दशक पहले इन लोगों ने कच्चा तीवू आइलैंड श्रीलंका को दे दिया। किस कैबिनेट में ये निर्णय हुआ, किसके फायदे के लिए फैसला हुआ, इस पर कांग्रेस की बोलती बंद है। बीते वर्षों में उस आइलैंड के पास जाने पर तमिलनाडु के हजारों मछुआरे गिरफ्तार हुए हैं, उनकी बोटें गिरफ्तार कर ली गई है। गिरफ्तारी पर कांग्रेस और DMK झूठी हमदर्दी दिखाते हैं, लेकिन ये लोग तमिलनाडु के लोगों को ये सच नहीं बताते कि कच्चा तीवू आइलैंड उन्होंने श्रीलंका को दे दिया और तमिलनाडु की जनता को अंधेरे में रखा था। NDA सरकार ऐसे मछुआरों को निरंतर रिहा कराकर वापस ला रही है। കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലാണ്. വെല്ലൂരിൽ അദ്ദേഹത്തിന്റെ പ്രചാരണ റാലിയിൽ കച്ചത്തീവ് വിഷയം ഉണ്ടായി. DMK-യുടെ രാഷ്ട്രീയ നയങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറഞ്ഞത്? തീർച്ചയായും രോഹിണി, കച്ചത്തീവിൽ തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായ നിലപാടുകൾ അറിയിക്കുകയും ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെ തന്നെ ഈ കച്ചത്തീവിൽ നിന്നും അത്തരത്തിലുള്ള ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്ത മീൻപിടുത്ത തൊഴിലാളികളെ തിരിച്ചെത്തിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവർ ചെന്നൈയിൽ എത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയതിലൂടെ തമിഴ്നാട്ടിലെ മീൻപിടുത്ത തൊഴിലാളികളുടെ സുരക്ഷയെ തന്നെ അത് ബാധിച്ചുവെന്ന കൃത്യമായൊരു നിലപാടാണ് പ്രധാനമന്ത്രി അറിയിച്ചത്. അത്തരത്തിൽ സുരക്ഷയെ ബാധിക്കുകയും ശ്രീലങ്കയുടെ നാവികസേന ഇവരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ വന്നിരിക്കുകയാണ്. അത് തുടർച്ചയായി കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മീൻപിടുത്തക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി നടത്താൻ വേണ്ടിയുള്ള ഒരു സർക്കാർ മാത്രമായിരിക്കുകയാണ്, കാര്യക്ഷമമായി നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സർക്കാർ മാത്രമായിരിക്കുകയാണ് DMK എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ശക്തമായ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, DMK-യുടെ സ്ത്രീവിരുദ്ധ നിലപാടുകളെയും സനാതന ധർമ്മവിരുദ്ധ നിലപാടുകളെയും കർശനമായി അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഹിന്ദുധർമ്മത്തിന്റെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ സനാതന ധർമ്മത്തിന്റെ സംരക്ഷണത്തിനും സ്ത്രീകളുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ് NDA നിലകൊള്ളുന്നത്. എന്നാൽ ഇതിനെല്ലാം നേരെ എതിരായാണ് DMK നിലകൊള്ളുന്നത് എന്ന രൂക്ഷമായൊരു വിമർശനവും പ്രധാനമന്ത്രി ഉന്നയിക്കുകയുണ്ടായി. അത്തരത്തിൽ തുടർച്ചയായ തമിഴ്നാടിനെ നേരിടുന്ന വിഷയങ്ങളെ ഒന്നൊന്നായി പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രഭാഷണത്തിലുടനീളം നീങ്ങിയത്. സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന DMK-യുടെ നിലപാടിനെ രൂക്ഷമായി അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കാശി തമിഴ് സംഗമം, സൗരാഷ്ട്ര തമിഴ് സംഗമം തുടങ്ങിയ സാംസ്കാരിക വിനിമയ പരിപാടികളോടുള്ള DMK-യുടെ നിലപാട് തമിഴ് വിരുദ്ധമാണ് എന്നൊരു ആരോപണവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വിഭജനം മാത്രമാണ് DMK-യുടെ ലക്ഷ്യം. ഈ വിഭജിച്ചുകൊണ്ട് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച മറ്റൊരു പ്രസ്ഥാനം ബ്രിട്ടീഷുകാരാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും DMK-യുടെ തമിഴ് വിരുദ്ധ നിലപാടിനെയും സ്ത്രീവിരുദ്ധ നിലപാടിനെയും അതുപോലെ തന്നെ മീൻപിടുത്ത തൊഴിലാളികൾക്കെതിരായ നിലപാടിനെയും അതിനെ തങ്ങളുടെ കൈവശം വന്ന ദ്വീപിനെ മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുത്ത് സ്വന്തം നാട്ടിലെ ജനതയെ വഞ്ചിക്കുകയും ചെയ്തതിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് വെല്ലൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചത്. രോഹിണി, ഐസനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി കച്ചത്തീവ് വിഷയം വീണ്ടും ആവർത്തിച്ചു.